എല്ലാവർക്കും ക്വിസ് യൂണിവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ചരിത്രം വീഡിയോ പരമ്പരയിലെ കേരളത്തിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ എന്ന വീഡിയോയുടെ മൂന്നാം ഭാഗമാണിത്. ചോദ്യം നമ്പർ 1. അയിത്തോച്ചാടനത്തിനെതിരെ കേരളത്തിൽ അരങ്ങേറിയ ആദ്യത്തെ ഐതിഹാസിക സത്യാഗ്രഹ സമരം ഏതായിരുന്നു? വൈക്കം സത്യാഗ്രഹം 1924 മുതൽ 1925 വരെ. 1924 മുതൽ 1925 വരെ നടന്ന വൈക്കം സത്യാഗ്രഹമാണ് അയിത്തോച്ചാടനത്തിനെതിരെ കേരളത്തിൽ അരങ്ങേറിയ ആദ്യത്തെ ഐതിഹാസിക സത്യാഗ്രഹ സമരം. ചോദ്യം നമ്പർ 2. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കൾ ആരെല്ലാം? ടി കെ മാധവൻ, കെ കേളപ്പൻ, സി വി കുഞ്ഞിരാമൻ, കെ പി കേശവമേനോൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കൾ ആരെല്ലാം? ടി കെ മാധവൻ, കെ കേളപ്പൻ, സി വി കുഞ്ഞിരാമൻ, കെ പി കേശവമേനോൻ. ചോദ്യം നമ്പർ 3. വൈക്കം സത്യാഗ്രഹത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന ജാഥ ഏതാണ്? സവർണ ജാഥ. സവർണ ജാഥയാണ് വൈക്കം സത്യാഗ്രഹത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന ജാഥ. ചോദ്യം നമ്പർ 4. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. ചോദ്യം നമ്പർ 5. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 10 ദിവസം നിരാഹാര സമരം നടത്തിയത് ആര്? കെ കേളപ്പൻ. കെ കേളപ്പനാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 10 ദിവസം നിരാഹാര സമരം നടത്തിയത്. ചോദ്യം നമ്പർ 6. വൈക്കം സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ അവർണ ഹിന്ദുക്കൾക്കും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുക. വൈക്കം സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ അവർണ ഹിന്ദുക്കൾക്കും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുക. ചോദ്യം നമ്പർ 7. വൈക്കം ഹീറോ അഥവാ വൈക്കം പെരിയോർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആര്? ഇ വി രാമസ്വാമി നായ്ക്കർ. വൈക്കം ഹീറോ അഥവാ വൈക്കം പെരിയോർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കർ. ചോദ്യം നമ്പർ 8. വിടുതലൈ, പുരച്ചി തുടങ്ങിയ വാരികകൾ ആരുടേതാണ്? ഇ വി രാമസ്വാമി നായ്ക്കർ. ഇ വി രാമസ്വാമി നായ്ക്കരുടേതാണ് വിടുതലൈ, പുരച്ചി തുടങ്ങിയ വാരികകൾ. ചോദ്യം നമ്പർ 9. അയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? കാക്കിനട 1923. അയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കാക്കിനട 1923. ചോദ്യം നമ്പർ 10. വൈക്കം സത്യാഗ്രഹം എത്ര കാലം നീണ്ടുനിന്നു? 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെ നീണ്ടുനിന്നു. 603 ദിവസം. വൈക്കം സത്യാഗ്രഹം എത്ര കാലം നീണ്ടുനിന്നു? 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെ. 603 ദിവസം. ചോദ്യം നമ്പർ 11. 1925 പാലക്കാട് കൽപ്പാത്തി റോഡിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് നടന്ന സമരം കൽപ്പാത്തി സമരം. 1925 പാലക്കാട് കൽപ്പാത്തി റോഡിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് നടന്ന സമരം കൽപ്പാത്തി സമരം. ചോദ്യം നമ്പർ 12. കോട്ടറിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആര്? എം ഇ നായിഡു. എം ഇ നായിഡു ആണ് കോട്ടറിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത്. ചോദ്യം നമ്പർ 13. 1926 നടന്ന ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആര്? എം ഇ നായിഡു. എം ഇ നായിഡു ആണ് 1926 നടന്ന ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി. ചോദ്യം നമ്പർ 14. ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റിയുടെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു?
മുത്തുസ്വാമി. മുത്തുസ്വാമിയാണ് ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റിയുടെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ചോദ്യം നമ്പർ 15. 1930 ദേശീയ തലത്തിൽ ഗാന്ധിജി സംഘടിപ്പിച്ച ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതാര്? കെ കേളപ്പൻ. 1930 ദേശീയ തലത്തിൽ ഗാന്ധിജി സംഘടിപ്പിച്ച ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. ചോദ്യം നമ്പർ 16. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ കെ കേളപ്പനോടൊപ്പം പങ്കെടുത്തവരുടെ എണ്ണം എത്ര? 32. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ കേളപ്പനോടൊപ്പം പങ്കെടുത്തവരുടെ എണ്ണം 32. ചോദ്യം നമ്പർ 17. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രങ്ങൾ ഏതെല്ലാം? കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രങ്ങൾ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ. ചോദ്യം നമ്പർ 18. പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ. ടി.ആർ. കൃഷ്ണസ്വാമി അയ്യരാണ് പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ചോദ്യം നമ്പർ 19. കോഴിക്കോട് ബേപ്പൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? മുഹമ്മദ് അബ്ദുറഹ്മാൻ. മുഹമ്മദ് അബ്ദുറഹ്മാനാണ് കോഴിക്കോട് ബേപ്പൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ചോദ്യം നമ്പർ 20. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം ഏത്? ഉളിയത്ത് കടവ്, പയ്യന്നൂർ. പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് വേദിയായത്. ചോദ്യം നമ്പർ 21. കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചതിനു ശേഷം ഉപ്പു സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയതാര്? മൊയ്യാരത്ത് ശങ്കരൻ. മൊയ്യാരത്ത് ശങ്കരനാണ് കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചതിനു ശേഷം ഉപ്പു സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. ചോദ്യം നമ്പർ 22. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെട്ടിരുന്നത് ആര്? മൊയ്യാരത്ത് ശങ്കരൻ. മൊയ്യാരത്ത് ശങ്കരനാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെട്ടിരുന്നത്. ചോദ്യം നമ്പർ 23. ഉപ്പു സത്യാഗ്രഹ ജാഥയ്ക്ക് ഉത്തേജനം നൽകിയ വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചതാര്? അംശി നാരായണ പിള്ള. അംശി നാരായണ പിള്ളയാണ് ഉപ്പു സത്യാഗ്രഹ ജാഥയ്ക്ക് ഉത്തേജനം നൽകിയ വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത്. ചോദ്യം നമ്പർ 24. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂർ. പയ്യന്നൂരാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത്. ചോദ്യം നമ്പർ 25. ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് ബെല്ലാരി ജയിലിൽ അടയ്ക്കപ്പെട്ട് നിരാഹാര സത്യാഗ്രഹം നടത്തി മരണമടഞ്ഞ സത്യാഗ്രഹി ആര്? പി.സി. കുഞ്ഞിരാമൻ അടിയോടി. അദ്ദേഹം 43 ദിവസമാണ് നിരാഹാര സത്യാഗ്രഹം നടത്തിയത്. ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് ബെല്ലാരി ജയിലിൽ അടയ്ക്കപ്പെട്ട് നിരാഹാര സത്യാഗ്രഹം നടത്തി മരണമടഞ്ഞ സത്യാഗ്രഹി പി.സി. കുഞ്ഞിരാമൻ അടിയോടി. അദ്ദേഹം 43 ദിവസം നിരാഹാര സത്യാഗ്രഹം നടത്തി. ചോദ്യം നമ്പർ 26. ഉപ്പു സത്യാഗ്രഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉളിയത്ത് കടവ്, പയ്യന്നൂർ. പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ് ഉപ്പു സത്യാഗ്രഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം നമ്പർ 27. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? കെ കേളപ്പൻ. കെ കേളപ്പനാണ് 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ചോദ്യം നമ്പർ 28. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആര്? എ കെ ഗോപാലൻ. എ കെ ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ചോദ്യം നമ്പർ 29. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്ക് ഏത്? പൊന്നാനി. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്ക് പൊന്നാനി. ചോദ്യം നമ്പർ 30. മദിരാശി ക്ഷേത്രപ്രവേശനം നിലവിൽ വന്നത് എന്ന്? 1947. 1947 മദിരാശി ക്ഷേത്രപ്രവേശനം നിലവിൽ വന്നത്.
ചോദ്യം നമ്പർ 31. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം നൽകണം എന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂറിലെ ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾ നടത്തിയ പ്രക്ഷോഭം ഏത്? നിവർത്തന പ്രക്ഷോഭം 1932. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം നൽകണം എന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂറിലെ ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾ നടത്തിയ പ്രക്ഷോഭം ഏത്? 1932 നിവർത്തന പ്രക്ഷോഭം. ചോദ്യം നമ്പർ 32. നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാക്കൾ ആരെല്ലാം? സി കേശവൻ, പി കെ കുഞ്ഞ്, ടി എം വർഗീസ്, എൻ വി ജോസഫ്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാക്കൾ സി കേശവൻ, പി കെ കുഞ്ഞ്, ടി എം വർഗീസ്, എൻ വി ജോസഫ്. ചോദ്യം നമ്പർ 33. 1932 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ നേതാവ് ആര്? സി കേശവൻ. 1932 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ നേതാവ് സി കേശവൻ. ചോദ്യം നമ്പർ 34. PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം ഏത്? നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭമാണ് PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം. ചോദ്യം നമ്പർ 35. നിവർത്തനം അബ്സ്റ്റൻഷൻ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ആര്? IC ചാക്കോ. IC ചാക്കോയാണ് നിവർത്തനം അബ്സ്റ്റൻഷൻ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ്.